ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി വേറൊരു ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് മീൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഈ സ്വർഗം ഫിഷ് ലാൻഡിൽ വന്നേക്കുക. സുൽത്താൻ ബത്തേരി തന്നെ ഉള്ളത്. സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് 1 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ലൈവായിട്ട് മീൻ പിടിക്കാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പിടിച്ച് നമുക്ക് കൊണ്ടുപോകാം. വേണമെങ്കിൽ ഇവിടെ തന്നെ ഒരു ഫ്രൈ ആക്കി തരും. അങ്ങനത്തെ സ്കീമൊക്കെയാണ്. നമുക്ക് വീഡിയോ എടുക്കാം. ഇതാണ് സ്വർഗം ഫിഷ് ലാൻഡ്. ആ പിന്നെ എത്ര രൂപ? പ്രസ് ചെയ്തിട്ട് തൂരിടുക. തൂരിട്ടിട്ട് ഈ തീറ്റ മാത്രം ബിജോ കണ്ട വമ്പ ഇത് അപ്പൊ പിടിക്കുന്ന പോലെയാ. അതി പിടിക്കോ? കണ്ടാ മതി. ഇത് വളരെ രസമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ വന്നിട്ടുണ്ടാവും ബത്തേരിക്കാർ വയനാട് എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടാവും ഓൾമോസ്റ്റ്. കാരണം വെച്ചാൽ നമുക്ക് ഈവനിങ് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ ഓരോ ഹട്ടൊക്കെ ഉണ്ടോ ഇരുന്ന് മീൻ പിടിക്കാം. പിന്നെ അവർ തന്നെ ഇവിടെ തന്നെ നമുക്ക് മീൻ ഫ്രൈ ചെയ്യുന്ന പരിപാടി ഉണ്ട്. ഇവിടെ നമുക്ക് മീൻ വേണം ഫ്രൈ ചെയ്ത് തരും. ഉണ്ട് പിള്ളേരായിട്ട് വന്നിരിക്കാനൊക്കെ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്. ഫാമിലിയായിട്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ് ഇവിടെ. ഊഞ്ഞാലും അങ്ങനത്തെ എല്ലാ മനോഹരമായ സ്ഥലങ്ങളുണ്ട്. ഇതാണ് ഗൈസ് ഹട്ട്. ഇവിടെ ഇരുന്ന് നമുക്ക് മീൻ പിടിക്കാം. കാരണം മഴയല്ലേ, മഴയായതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് മീൻ പിടിക്കാം. ഇതാണ് ചൂണ്ടയും സാധനങ്ങളും. ഇവനാണ് ഫിഷർമാൻ. നമുക്ക് മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഫ്രൈ ചെയ്ത് തരുന്ന സ്കീമുണ്ട്. ഫ്രൈ ചെയ്ത് നമുക്ക് ഫുഡ് മറ്റേ പുട്ടോ കപ്പയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതിൻ്റെ കൂടെ മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാം. ആരംഭിക്കലാമാ? എടുത്തെറി അവിടെ എടുത്തെറി. എനിക്കറിഞ്ഞൂടാ. റെഡി അല്ലേ? അറി കിട്ടുവോ? മീനെ കിട്ടും. ഇപ്പൊ കിട്ടും. സാധനം ഇട്ടിട്ടുണ്ട്. ഏകാന്തതയുടെ മീനിന്റെ സ്നേഹമില്ല കഴിച്ച് നമ്മുടെ ചൂണ്ടയിലൊന്നും കൊളുത്തുന്നില്ല. ഇട്ടപാടെ കൊടുത്താൽ എന്താ? സാധനം ഇട്ടിട്ടുണ്ട്. മീൻ കൊടുങ്ങോ എന്തോ. സ്രാവിനെ തന്നെ ഞാനങ്ങ് പിടിക്കും കഴിച്ച്. പിടിക്കുവോ? സ്രാവാണ് എന്റെ ലക്ഷ്യം. അതെ അതെ, കുളത്തിന്നല്ലേ എന്തായാലും കിട്ടുക. എവിടെയൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. അവിടെ ഒരു പാലമൊക്കെ ഉണ്ടോ. ഈവനിങ് ഒക്കെ വന്ന് ചില്ലൗട്ട് ചെയ്യാൻ നൈസാണ്. നമുക്ക് ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം, എന്നിട്ട് മീൻ പിടിക്കാം. എൻ്റെ പറഞ്ഞില്ല ഇവിടെ തന്നെ അവർ ഫ്രൈ ആക്കി തരും. അപ്പോൾ അത് കഴിക്കുകയും ചെയ്യാം. നൈസാണ്. 10 കിലോയുള്ളൊരു മീനെ കിട്ടിപ്പെട്ടു. ഫിലോപ്പിയാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് അല്ലേ? കട്ടല ഏതൊക്കെയൊക്കെ ഉണ്ട് അതിനകത്ത്? കട്ടല അങ്ങനെ എന്തോ മീനുണ്ട്. കട്ടല വീട്ടിൽ വെക്കുന്ന കട്ടല കട്ടല അത് വീട് പണി തുടങ്ങാനാണ് മീൻ പിടിക്കാൻ പോകുന്നത്. വേറെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. നമ്മുടെ തീറ്റ വേണ്ടേ ഞങ്ങളെ ചതിച്ചു. അതായിട്ട് കൊത്തുന്നൊക്കെയുണ്ട് സംഭവം. മീൻ കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. സാഞ്ചസ് ഞാനൊരു ബെറ്റ് വെച്ചായിരുന്നു, മീൻ കിട്ടിയില്ലെങ്കിൽ അവൻ എനിക്ക് അവൽ മിൽക്ക് മേടിച്ചു തരുമെന്ന്. അങ്ങനെ അവൽ മിൽക്ക് കിട്ടുമോ ഇല്ലയോ നോക്കാം. വലിയുടെ പൊട്ട ഇല്ല, വലി അത് മീൻ കുടുങ്ങിയിട്ടുണ്ട്. മീനൊന്നും ഇല്ല. കിട്ടി ഗൈസ്. ഇതും
ഗർഭിണി മീൻ കിട്ടില്ല. കിട്ടി guys. ഗൂഗിൾ പേയാ? ആ ഡാഡിയുടെ അടുത്ത് പോയി കിട്ടുമല്ലോ. നിങ്ങളത് 770 ആ ഞങ്ങളിവിടെ സ്വർഗം ഫിഷ്ലാൻഡിൽ വെറുതെ ചൂണ്ടയിട്ടപ്പോ വലിയൊരു മീൻ കൊടുത്തു. 700 രൂപ. വാളയാ മാമ മേടിക്കണത്. വലിയൊരു മീൻ. ആ ഈ വാളയാ? വാള നല്ല മീനാ? ആണോ? ആ ശരി. ഇത് വെട്ടാനറിയോ? ആ ശരി. ആ കിട്ടി, പക്ഷെ കുറച്ച് വലിപ്പം കൂടി പോയി. ഗൈസ് ഇത് കണ്ട ഗൈസ്, ഇത്രയും വലിയ മീനും ഇത്രയും വലിയ വയറ് 700 രൂപ പോയി ഗൈസ്. 700 രൂപ ഭാഗ്യം. പണിയും കൂലി ഇല്ലാത്ത ഞങ്ങൾ 700 രൂപ കൊടുത്ത് മീനും പിടിച്ച് പോകും. വെറുതെ വെച്ചിരിക്കുന്ന ഒരു കേസില്ലായിരുന്നു. ഇത്ര വലിയ മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഗൈസ് ഞങ്ങൾ മീനൊക്കെ പിടിച്ച് വീട്ടിലെത്തി. സംഭവം ഞങ്ങൾ ഇത്ര വലിയ മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ചെറുതൊക്കെ ആയിരിക്കും കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഇത്തിരി വലുത് പോയി. അത്ര 6 3 കിലോ 4 കിലോ 3700 700 രൂപ പോയി ഗൈസ്. പെട്ടു. ഇനി ഇവന്റെ മമ്മി ഇവനെ വീട്ടിൽ കയറ്റുമെന്ന് അറിയില്ല. ഇത് പിടിച്ചോ. നിങ്ങൾക്ക് ആ ഇരുളത്തുനിന്ന് ആ കടയിൽ കയറ്റി വെട്ടിക്കൊണ്ട് വരത്തില്ലായിരുന്നോ? അതൊന്നും പറ്റില്ല. അതൊന്നും പറ്റില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയതാ? പിടിച്ചതവൻ പിന്നെ പിടിച്ചത് അതെ. മീനാ ഇത്? വാള വാള ഇത് എന്നാ മീനാടാ? വാള വാള. കോളടിച്ചല്ലോ. നീ നമുക്ക് തന്നെ പണി, നമ്മളെ കൊണ്ട് തന്നെ വെട്ടിക്കുന്നു. താപ്പോർക്ക് അവസാനം മാമൻ കളത്തിലിറങ്ങി ഗൈസ്. മാമൻ പണ്ട് മീൻ വെട്ടുകടയിലായിരുന്നു, മീൻകാരനായിരുന്നു. കട്ടച്ചോരയാണ് കഴിക്കുന്നത്. മമ്മിയുടെ എക്സ്പ്രഷൻ എല്ലാം പറയുന്നുണ്ട്. ഇന്നറ വീട്ടിൽ നിന്ന് ഇറക്കിവിടും. ഇത് മിക്കവാറും അങ്ങനെ ഉണ്ടാവും.